സാറിന്റെ ശിഷ്യൻ നല്ല തന്നെ പറഞ്ഞു. നീ ഇത് എവിടെയായിരുന്നു? അന്ന് നീ ഇവരോടൊക്കെ പറയാതെ പോയതിന്റെ ഒരു പണിയായി ഇവര് നിനക്കിട്ട് തന്നത്. അന്ന് നീ എങ്ങടെ പോയേ? അമ്മ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരും ഇല്ലാണ്ടായി. പിന്നെ അമ്മാവൻ എന്നെ മധുര കൊണ്ടുപോയി. 10ാം ക്ലാസ് തോറ്റോടെ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. സാറിന്റെ കൂടെ ഞാൻ കൂടുതലൊന്നും പറയാനില്ല. എടാ, നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ച് ഞങ്ങളൊന്നും കാണാൻ നിനക്കൊരിക്കൽ പോലും തോന്നിയില്ലേ? അപ്പം അതൊന്നും തോന്നിയില്ലടാ. നമ്മുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ലേ 10ാം ക്ലാസ് തോറ്റുള്ളൂ. അതോടെ അമ്മാവൻ്റെ കൂടെ പഠിക്കു പോയി തുടങ്ങി. അവിടെ വെച്ചാ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയത്. ആക്സിഡന്റാ? എന്താ ആക്സിഡന്റ്? 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണു. 10 വർഷം കിടന്ന കിടപ്പായിരുന്നു. ഇവരുടെ അമ്മയാ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. സോറിടാ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നിനക്കെന്നോട് വിഷമമായടാ ഞാനങ്ങനെ പെരുമാറിയതിൽ? ഹേയ് ഇല്ലടാ. വിഷമമെങ്കിലേ നന്നായി പോയുള്ളൂ. നീ എന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്. ഓംലേറ്റ് വാങ്ങിച്ചരാന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണേന് കൂലി ഓംലേറ്റാ. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പുള്ളീനെ കാണൂല. അടുത്ത പരീക്ഷ ആകുമ്പോഴേക്കും സോപ്പിട്ടുണ്ട് വരും പുള്ളി. ഈ തവണ നീ 15 ഓംലേറ്റ് തന്നിട്ടേ ഞാൻ ക്ഷമിക്കുള്ളൂ. മതി. ഇനി എല്ലാവരും ഭാഗത്തേക്ക് വാ. ആക്സിഡന്റ് പറ്റിയതോടെ ഞാനാകെ തകർന്നു പോയടാ. സാരില്ലടാ, അപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേ. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് എത്ര പ്രേമലേഖനം തന്ന ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 9 തവണ. നിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നീ അതിന് മറുപടി കൊടുത്തു കാണുമല്ലോ. ഞാൻ കൊടുത്തു, 1 തവണ ഞാൻ കൊടുത്തു. പിന്നെ അന്നവൻ സ്കൂളിലെ ഹീറോ അല്ലേ, അതുകൊണ്ട് ഒരെണ്ണൊക്കെ ആവാം. വാ നമുക്കെടുത്ത പ്രോഗ്രാം നോക്കാം. ഇന്ന് ആഗസ്റ്റ് 22. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 33 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാത്രമല്ല അവസാനമായിട്ടും സംസ്ഥാന കായിക മത്സരങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച അത്ലറ്റായിട്ട് ഒരു വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ വിദ്യാർത്ഥി മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷിബു ആണ്. നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന താരമായിരുന്നു ഷിബു. അവൻ്റെ മാത്രം മികവിലാണ് നമ്മുടെ സ്കൂളിലെ ജില്ലാ കായിക മത്സരങ്ങളിൽ ഓവറോൾ കിരീടം ലഭിച്ചത്. അവനൊരു ഹീറോ ആയിരുന്നു നമ്മുടെ മനസ്സിൽ, ഒരു റിയൽ ഹീറോ. പക്ഷേ ഒരു ദിവസം നമ്മൾ ആരും അറിയാതെ അവൻ അപ്രത്യക്ഷനായി. നമ്മളെല്ലായിടത്തും തിരക്കി, അവനെ കണ്ടില്ല. ജീവിത തിരക്കുകളിൽ അവൻ എവിടെയോ മാഞ്ഞുപോയി. പല വർഷങ്ങളിലും നമ്മൾ റീയൂണിയനുകൾ നടത്തി, അവനില്ലാതെ. പക്ഷേ എല്ലായ്പ്പോഴും ഉയർന്ന ഒരു ചോദ്യമുണ്ട്, ഷിബുവോടെ. അവൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ റീയൂണിയൻ നടത്തിയത് ഓഗസ്റ്റ് 22-നാണ്. അതിന് സഹകരിച്ച നമ്മുടെ മോഹൻ സാറിനും അതുപോലെ മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു എല്ലാവർക്കും സംശയം, ഇവനിന്ന് വരുമോയെന്ന്. പക്ഷേ ഞാൻ എല്ലാവർക്കും വാക്ക് കൊടുത്തു, ഇവനിന്ന് വരും. കാരണം ഇവന് വരാതിരിക്കാൻ കഴിയില്ല. ഈ സ്കൂൾ വിട്ട് അവന് പോകാനും കഴിയില്ല. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഷിബുവിനെയും ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ മാഷിനെയും ക്ഷണിക്കുന്നു.